തൃശ്ശൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പിന്നീട് കൊമേഴ്സിൽ ഉന്നത പഠനം നടത്തി. ചെറുപ്പം മുതലേ കുടുംബ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു. ഇത് വികസിപ്പിക്കുന്നതിലും നവീകരിക്കുന്നതിലും താൽപ്പര്യം പ്രകടിപ്പിച്ചു. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിൽ ചേർന്നാണ് ബോബി ചെമ്മണ്ണൂർ തന്റെ കരിയർ ആരംഭിച്ചത്. 1980കളുടെ തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് ഏറ്റെടുക്കുകയും നിരവധി നൂതന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് കാരണമായി. ഗോൾഡ് ഓൺ വീൽസ് സംരംഭം, സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങിയ അതുല്യമായ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ അദ്ദേഹം ആരംഭിച്ചു. പ്രൊമോഷൻ പരിപാടികൾക്കായി അർജന്റീനിയൻ ഫുട്ബോൾ താരം ഡീഗോ മറഡോണയെ ഇന്ത്യയിലെത്തിച്ചതും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി. ജുവലറി ബിസിനസ്സിനപ്പുറം ബോബി ചെമ്മണ്ണൂർ മറ്റ് പല വ്യവസായങ്ങളിലേക്കും വ്യാപിച്ചു. ഓക്സിജൻ റിസോർട്ട് ശൃംഖലയും ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡും അദ്ദേഹം സ്ഥാപിച്ചു. തന്റെ ബിസിനസ് പോർട്ട്ഫോളിയോ കൂടുതൽ വിപുലീകരിച്ചു. ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസം, അധസ്ഥിതർക്കുള്ള പാർപ്പിടം എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ബോബി ചെമ്മണ്ണൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. മെഡിക്കൽ ക്യാമ്പുകൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവന പദ്ധതികൾ എന്നിവയ്ക്ക് ട്രസ്റ്റ് ഫണ്ട് ചെയ്തിട്ടുണ്ട്. ബിസിനസ്സും ജീവകാരുണ്യത്തിനും നൽകിയ സംഭാവനകൾക്ക് ബോബി ചെമ്മണ്ണൂരിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ലോക സമാധാനവും രക്തദാനവും പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ 812 കിലോമീറ്റർ ഓട്ടം പൂർത്തിയാക്കിയതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. തനിക്ക് ലഭിച്ച നിരവധി പുരസ്കാരങ്ങൾ മദർ തെരേസ പുരസ്കാരത്തെ ഏറ്റവും അഭിമാനകരമായ ഒന്നായി അദ്ദേഹം കണക്കാക്കുന്നു. സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യത്തിന് പേരുകേട്ട ബോബി ചെമ്മണ്ണൂരിന് കാര്യമായ അനുയായികളുണ്ട്. തൻ്റെ സമ്പാദ്യത്തിൻ്റെയും സമയത്തിൻ്റെയും ഒരു വിഹിതം നിരാലംബരായ വ്യക്തികൾക്ക് പരിചരണം നൽകുന്ന ലൈഫ് വിഷൻ ചാരിറ്റി ഹോം സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം നീക്കിവെക്കുന്നു. അന്താരാഷ്ട്ര ജ്വല്ലറി ശൃംഖലയായി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണലിനെ വളർത്തുകയും അസൂയാവഹമായ വാർഷിക വിറ്റുവരവോടെ 19 കോടി ആളുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ മികച്ച ബിസിനസ് വിവേകമാണ്. വേൾഡ് റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റിയുടെ PhD, എക്സലന്റ് യങ് ബിസിനസ്മാൻ അവാർഡ്, ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്, മദർ തെരേസ അവാർഡ്, വിജയശ്രീ അവാർഡ് തുടങ്ങിയ തികച്ചും വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അതുല്യമായ കഴിവുകൾ നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയ്ക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ സംഭാവനകൾ ഇന്നത്തെ അത്ര വിശാലതയില്ലാത്ത ലോകത്ത് വളരെയധികം മൂല്യമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുന്നു. ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്ഥാപകനാണ് ഡോക്ടർ ബോബി. ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉള്ളിടത്തെല്ലാം പ്യുവർ ഹോംസ് ആരംഭിച്ച് തൻ്റെ വ്യാപാരത്തിൻ്റെ ലാഭം പാവപ്പെട്ടവരുമായി പങ്കിടുന്ന ഈ പ്രശസ്ത ഇന്ത്യൻ സംരംഭക മനുഷ്യസ്നേഹിയുടെ കാഴ്ചപ്പാട് ലോകത്തിന് തന്നെ ആദർശപരമാണ്. തെരുവിൽ നിന്ന് നിരാലംബരായ ആളുകളെ അവൻ ദത്തെടുക്കുകയും അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, മരുന്നുകൾ എന്നിവ നൽകുകയും ചെയ്യുന്നു. 2014 ഏപ്രിലിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം റെക്കോർഡ് ബ്രേക്കിംഗ് മാരത്തോൺ ഏറ്റെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ രക്തബാങ്ക് സൃഷ്ടിച്ചു. ഇത് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ രക്തദാനം ചെയ്യുന്ന ഒരു സജീവ ഫോറമാണ്. വിവിധ സംഘടനകളിൽ നിന്നുള്ള അഭിമാനകരമായ അവാർഡുകളും ബഹുമതികളും അദ്ദേഹത്തെ അലങ്കരിച്ചു. അങ്ങനെ ഈ സ്ഥലത്ത് ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചു. മാരത്തൺ സംസ്ഥാനത്തും രാജ്യത്തുടനീളവും അവബോധത്തിൻ്റെ അലയൊലികൾ സൃഷ്ടിച്ചു. കൂടാതെ 14 ലക്ഷം പേർ മഹത്തായ ലക്ഷ്യത്തിനായി രക്തദാനം ചെയ്തു. ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചില റെക്കോർഡുകൾ ഇവയാണ്: കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, വേൾഡ് റെക്കോർഡ് ബ്രേക്കറും. ഡോക്ടർ ബോബിയുടെ നേതൃത്വത്തിൽ ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് SSLC ടോപ്പർമാർക്കുള്ള അവാർഡ് വിതരണം. ഓരോ വർഷവും 20,000-ഓളം കുടുംബങ്ങൾക്ക് സൗജന്യ അരി വിതരണം. നേത്ര ചികിത്സാ ക്യാമ്പുകൾ, കൂട്ടവിവാഹം. ഡോക്ടർ ബോബിയുടെ നേതൃത്വത്തിൽ ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് SSLC ടോപ്പർമാർക്കുള്ള അവാർഡ് വിതരണം. ഓരോ വർഷവും 20,000-ഓളം കുടുംബങ്ങൾക്ക് സൗജന്യ അരി വിതരണം. നേത്ര ചികിത്സാ ക്യാമ്പുകൾ, സമൂഹ വിവാഹം, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണം, ധനസഹായം തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും മറ്റും കാരണം ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം. രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിന് 5000 ജീവനക്കാരുള്ള രക്തദാന ഫോറമുണ്ട്. പൊതുജനങ്ങൾക്കായി സൗജന്യ ആംബുലൻസ് സേവനവും ഇവിടെയുണ്ട്. ട്രോളർമാരുടെ സ്വന്തം താരങ്ങളിലൊരാളാണ് ബോബി ചെമ്മണ്ണൂർ. തൻ്റെ അനുഭവങ്ങൾ ഓപ്പണായി പറഞ്ഞതാണ് പലപ്പോഴും മറ്റുള്ളവർക്ക് ചിരി വരുത്തുന്നതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സ്വന്തം ഐഡൻറ്റിറ്റി നിലനിർത്തുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ.
വാഹനങ്ങളിലെ ക്രേസിനെക്കുറിച്ചും കുട്ടിക്കാലത്ത് നടത്തിയ സാഹസിക യാത്രകളെക്കുറിച്ചുമെല്ലാം ബോച്ചെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്മിതയാണ് ബോബിയുടെ ജീവിതസഖി. അറേഞ്ച്ഡ് മാരേജിലൂടെ ഒന്നിച്ചവരാണ് ബോബിയും സ്മിതയും. മകളായ അന്നയുടെ വിവാഹം അടുത്തിടെയായിരുന്നു. അവർക്ക് ഫോട്ടോ എടുക്കുന്നതോ മീഡിയയിൽ വരുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളൊന്നും ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. ആ സമയത്ത് വഴക്കുണ്ടാക്കും. അതൊക്കെ സഹിച്ച് സോപ്പിടും. പ്രശ്നങ്ങൾ വരുമ്പോൾ മണിയടിച്ച് കുപ്പിയിലാക്കലാണ് പതിവെന്നും ബോബി ചെമ്മണ്ണൂർ മുൻപ് ഒരു പ്രശസ്ത ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. വസ്ത്രധാരണം കൊണ്ട് തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. പോനി ടെയിലൊക്കെ കെട്ടി ജീൻസും ഷർട്ടുമൊക്കെയായി നടന്നൊരു കാലം ബോച്ചയ്ക്കുണ്ടായിരുന്നു. അപ്പാപ്പൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനായാണ് ഈ വേഷം പരീക്ഷിച്ചതെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. വീട്ടിലിട്ട് തുടങ്ങിയ വേഷം പിന്നീട് സ്ഥിരമാക്കുകയായിരുന്നു. പുറത്ത് ഈ രൂപത്തിൽ പോയി തുടങ്ങിയപ്പോൾ ചിലരൊക്കെ കളിയാക്കി. മറ്റു ചിലരൊക്കെ അഭിനന്ദിച്ചിരുന്നു. വലുതായപ്പോഴാണ് അപ്പാപ്പൻ ഈ വേഷം ഉപയോഗിച്ചിരുന്നത് പിന്നിലെ കാരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്.